1997 ഒരു കേസ് തെളിയിച്ചിരിക്കുകയാണ്. അതും 60 രൂപ മോഷ്ടിച്ച കേസ്. ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന കേസുകളിൽ നടപടിയെടുക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർമാരായ സന്താന പാണ്ഡ്യൻ, പനീർശെൽവൻ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘം ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പനീർസെൽവം വലയിലായത്. മധുരയിലെ തെപ്പക്കുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കവർച്ച കേസിലാണ് പനീർസെൽവം ഒളിവിൽ പോയതായി കണ്ടെത്തിയത്. 60 രൂപ മോഷ്ടിച്ചെന്നായിരുന്നു ഈ കേസ്. ഈ തുക അടുത്ത കാലം വരെ കണക്കിൽപ്പെടുത്താത്തതുമായിരുന്നു. അന്വേഷണത്തിൽ പനീർസെൽവം ശിവകാശിയിലുണ്ടെന്ന് വിവരവും ലഭിച്ചു. വിവാഹം കഴിച്ച് കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു അയാൾ. ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താനെന്ന പേരിൽ അന്വേഷണ സംഘം പനീർസെൽവത്തിന്റെ വീട്ടിലെത്തി തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചുറപ്പിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. 1997 ഈ കേസ് നടന്നത്. പക്ഷേ അന്ന് ഈ 60 രൂപ എന്ന് പറയുന്നത് ഒരുപാട് വലിയ മൂല്യങ്ങളുള്ള പണമായിരുന്നു. പക്ഷേ ഇന്ന് 60 രൂപയ്ക്ക് വലിയ മൂല്യങ്ങളൊന്നുമില്ല. ഈ കേസ് പോലീസ് ഒഴിവാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഒരു സ്പെഷ്യൽ ഉദ്യോഗസ്ഥന്റെ നടപടിയെ തുടർന്നാണ് ഈ കേസ് പിന്നെയും പൊക്കിവിട്ടത്. കാരണം കെട്ടിക്കിടക്കുന്ന കേസുകളെല്ലാം തന്നെ ഉടനടി തീർപ്പ് കൽപ്പിക്കണമെന്ന് ഒരു അടിയന്തര നിയമവും ഒരു അടിയന്തര സാഹചര്യവും ഉണ്ടായതിനെ തുടർന്നാണ് ഈ കേസും പൊങ്ങി വന്നത്. പക്ഷേ ഇതൊരു 60 രൂപ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് ഇത് ഒഴിവാക്കി വിട്ട മട്ടിലായിരുന്നു. മേലധികാരികൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ച് അയാളുടെ വീടുകളിൽ പോയത്. ആദ്യമൊക്കെ കുറച്ച് തിരിച്ചറിയൽ രേഖകളിൽ നിന്നും മറ്റു രേഖകളിൽ നിന്നുമൊക്കെ ഇയാളുടെ വീട്ടിലെ അഡ്രസ്സും നമ്പരും എല്ലാം കണ്ടുപിടിച്ചായിരുന്നു പോലീസ് സംഘം പുറപ്പെട്ടത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പരാതിക്കാരൻ ആരാണെന്ന് ഇന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ പരാതിക്കാരൻ്റെ വേറെ വിലാസങ്ങളൊന്നും തന്നെ പോലീസ് പബ്ലിഷ് ചെയ്തിട്ടുമില്ല. ഇനിയും കെട്ടിക്കിടക്കുന്ന ഒട്ടനവധി കേസുകൾ അത് പൊങ്ങി വരുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ള വലിയ കേസുകളും ഒഴിവാകാൻ സാധ്യതയുണ്ട്. എല്ലാ കേസിനും ഒരേ മൂല്യമായതുകൊണ്ടാണ് ഈ ഒരു കേസും പൊങ്ങി വന്നത്. ഇതിപ്പോൾ 60 രൂപയല്ലാതെ അതിൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർ അത് അന്വേഷിച്ച് പോകുന്നതായിരിക്കുമെന്ന് കമ്മീഷണർ വെളിപ്പെടുത്തുകയുണ്ടായി. എന്തൊക്കെയായിരുന്നാലും തമിഴ്നാട്ടിലെ ജനങ്ങൾ ആകെപ്പാടെ ഒന്ന് വിയർത്തിരിക്കുകയാണ്. കാരണം ഇനിയും എത്ര കേസുകൾ ഇങ്ങനെ പൊങ്ങി വരുമെന്നറിയണം. ഒരുപക്ഷെ അന്ന് അന്വേഷിക്കാതിരുന്ന കേസുകൾ ഇന്ന് കുത്തിപ്പോക്കുന്നത് പെട്ടെന്ന് തന്നെ കേസിൻ്റെ എണ്ണം കുറച്ച് ആ ഒരു ബാധ്യതയിൽ നിന്നും തലയൂരാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾ പനീർസെൽവത്തിൻ്റെ കൂടെ തന്നെയാണ്. കാരണം പണ്ടങ്ങോ നടന്ന ഒരു ചെറിയൊരു കേസാണിത്. ഒരു ചെറിയൊരു മോഷണമാണോ ആരോപണമാണോ എന്നറിയാൻ പറ്റാത്തൊരു കേസ്. ആ കേസും പറഞ്ഞ് ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്ന പനീർസെൽവത്തിനെ ഒരു കാര്യകാരണവുമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതിനെതിരെ പനീർസെൽവവും പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന പനീർസെൽവത്തിനെ ഒരു മോശക്കാരനാക്കിയ അല്ലെങ്കിൽ ഒരു കള്ളനാക്കിയ ഒരു കേസാണിത്. ഈ കേസിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പനീർസെൽവം ഇത് തീർച്ചയായിട്ടും നിഷേധിക്കുന്നുമുണ്ട്. മോഷണമെന്നും മോഷണം തന്നെയാണ്. ചെറിയ തോതിലൊരു ശിക്ഷ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. അന്നത്തെ 60 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ 10,60,000 രൂപയ്ക്ക് വിലയുണ്ട്. അതും 1997 പനീർസെൽവത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീട്ടിലും നാട്ടിലും കുടുംബക്കാരുടെ ഇടയിലുമെല്ലാം പനീർസെൽവത്തിന് ഇപ്പോൾ ഒരു മോശം അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് ഇവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത്. പണ്ടങ്ങ് അന്വേഷിക്കേണ്ടിരുന്ന കേസ് തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കേസിൽ നിന്നും തലയൂരാൻ വേണ്ടി പോലീസ് കാണിച്ച അതിബുദ്ധിയാണിതെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും പുതിയ അന്വേഷണങ്ങളും പുതിയ ഉത്തരവുകളും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.